പിന്നെ വലിയ ദന്തസൂഖം പറഞ്ഞ വലിയ വിഷപ്പാമ്പുകൾ. വിഷപ്പാമ്പുകൾ കടിച്ചു നോക്കുന്നതിൻ്റെ പല്ലൊക്കെ പൊട്ടിപ്പോയാലും ദേഹത്ത് കേട്ടില്ല. പിന്നെ ആഭിചാരം ചെയ്തു ഭൂതങ്ങളൊക്കെ ഉണ്ടാക്കി ഹോമിൻ്റെ അതിൽ നിന്ന് കൊല്ലാൻ നോക്കി, അതും ചാകുന്നില്ല. പിന്നെ വലിയ പർവ്വതത്തിൻ്റെ മേലിൽ താഴോട്ട് ഉരുട്ടി നോക്കി, അത് കണ്ടില്ല. എന്നാൽ സമുദ്രത്തിൽ എറിഞ്ഞു നോക്കാൻ പറഞ്ഞ കല്ലൊക്കെ കെട്ടി ഒരു പിന്നെ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കുറച്ചു നേരം നോക്കുമ്പോൾ സമുദ്രത്തിന് മേലെ കൂടെ നടന്ന് ഇങ്ങനെ വരുന്നു. അപ്പോൾ പർവ്വതത്തിൽ വന്നിട്ട് എന്നാ ചേച്ചാ ആകയതാ കണ്ടും അപാവസുരസുത. ആ ഒരു പാവം ചെയ്തിട്ട് നിഷ്കളങ്കനായ തൻ്റെ മകനെ കൊല്ലാൻ ഏത് വിധം നോക്കിയിട്ടും സാധിച്ചില്ല. അവസാനം എന്ത് ചെയ്തു? എന്നാൽ അവൻ്റെ അമ്മയെ കൊണ്ടുതന്നെ വിഷം കൊടുപ്പിക്കാമെന്ന് വിചാരിച്ചു. നേരെ രണ്ടാമത്തെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റുന്നില്ല പറഞ്ഞു. അവർ നേരത്തെ തിരിച്ച് ഹിരണ്യകശിപുവിൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുകൊടുത്തു. എന്നിട്ട് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞാൽ നല്ല വിഷമെടുത്ത് കാറുകൂടം വിഷമെടുത്ത് പാത്രത്തിൽ ഗ്ലാസ്സിലെടുത്തു. എന്നിട്ട് കയ്യാക്കിനെ വിളിച്ചു, അമ്മേ ഇവിടെ ജോലി കൊടുക്കാൻ. അമ്മകെങ്കിൽ മകനെ വിഷം കൊടുക്കാൻ ഏതെങ്കിലും അമ്മയ്ക്ക് മനസ്സിലോ? അമ്മ ഇതിങ്ങോട്ട് എടുത്തിട്ട് കരയാ. പ്രഹ്ലാദന് ഒരു മടിയില്ല. അമ്മ ഇങ്ങോട്ട് തന്നോളൂ. അമ്മ എന്തിനെ പേടിക്കണേ? തരൂ. അമ്മയുടെ കയ്യിന് വേഗം വിഷം അങ്ങോട്ട് വാങ്ങിച്ച് പഞ്ചസാരയിട്ട് പാല് കുടിക്കുന്നത് അങ്ങോട്ട് കുടിച്ചു കൊടുത്തപ്പോൾ അമ്മ ബോധം കെട്ടി വീണു. ഇപ്പോൾ കുട്ടി മരിക്കില്ലേ, എനിക്കിത് കാണാൻ വയ്യ പറഞ്ഞ അമ്മ ബോധം കെട്ടി വീണു. പക്ഷെ പ്രഹ്ലാദനെ പായസം കുടിച്ച മാതിരി സന്തോഷത്തോടൊന്നും പറ്റിയില്ല, അങ്ങനെ ഇരിക്കുന്നു. ഇതും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഹിരണ്യകശിപു തളർന്നു. എന്നാൽ തീയിലിട്ട് കൊല്ലാൻ മറന്നുപോയി. തീയിലിട്ട് വലിയ വറകൊക്കെ കൂട്ടി അതിനെ തീയിലിട്ട് ഈ ഹിരണ്യകശിപുവിന് ഒരു സഹോദരിയുണ്ട്. അതാണ് എൻ്റെ പേര് കൂടിവാസം അല്ലേ. അവൾക്ക് അവളെ തീ പിടിക്കില്ല. അപ്പോൾ അവളെ മടിയിലിട്ടിട്ട് ചുറ്റും തീയിട്ടിട്ട് പിന്നെ തീ കത്തിച്ചു. പക്ഷെ കത്തിയപ്പോൾ എന്തായി? അവളത് കത്തിപ്പോയി. തീ ദഹിക്കില്ല എന്ന് പറയാൻ പറ്റിയ ആളെ അങ്ങ് കത്തി. അതേസമയം പിന്നെ ഈ പ്രഹ്ലാദൻ ഉടുത്ത മുണ്ട് പോലും കരുന്നില്ല, കരി പോലും പിടിക്കില്ല, നേരെ തീയിൽ നടന്നു വന്നു. ഇതും കൂടെ അങ്ങോട്ട് കണ്ടപ്പോഴത്തേക്ക് ആ ഹിരണ്യകശിപു തളർന്നു. ഇനിയിപ്പം രണ്ടാമർക്കന്മാർക്ക് ആകെ രാജാവ് അങ്ങനെ ബോധക്കേട് വരുന്നമാതിരി. അപ്പം രണ്ടാമർക്കം പറഞ്ഞ അങ്ങ് വിഷമിക്കേണ്ട, അങ്ങ് ലോകത്തെ മുഴുവൻ ജയിച്ചാലേ, 3 ലോകത്തും ജയിച്ചാലേ ഈ ചെറിയ കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങളെ ഇവനെ കൊണ്ട് ഗുരുകുലത്തിൽ വിടാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങളുടെ അച്ഛൻ വരും, ശുക്രാചാര്യ വരുമ്പോൾ ഇവനെ നേരാക്കിക്കോളും. അതുവരെ ഇവനെ അവിടെ ഞങ്ങൾ നോക്കിക്കോളാം, ഭരണഭാഷത്തിൽ കെട്ടിയിടാന്ന് പറഞ്ഞു. അവളങ്ങ് സമ്മതിച്ചു. അപ്പം അങ്ങനെ ഉണ്ടെന്ന് ഭരണഭാഷത്തിൽ എന്ത് ഭരണഭാഷ എന്നറിയാം? നമ്മൾ പേര് കെട്ടാൻ മുള്ളുവേലി ഉണ്ടാക്കില്ലേ, അങ്ങനെ ഒരു കയറ. അപ്പോൾ ഇങ്ങനെ മരിഞ്ഞ് കെട്ടുമ്പോൾ അതിൻ്റെ മുള്ളൊക്കെ ശരീരത്തിൽ ഇങ്ങനെ തറഞ്ഞ് കിരീടം എന്നൊക്കെ പറയില്ല, തറഞ്ഞ്. അപ്പോൾ ചോര ഇങ്ങനെ വളർന്നിങ്ങനെ വരും. അപ്പോൾ ഭയങ്കര വേദനയാകും. അപ്പോൾ അവൻ ബുദ്ധി തെളിയും. അപ്പോൾ അപ്പോൾ ഇതിനെ നമ്മന്നൊക്കെ ജയിച്ചോളും എന്നൊക്കെയാണ് രണ്ടാമന്മാർ വിചാരിച്ചത്. അങ്ങനെ അവനെ കൊണ്ടുവന്ന് ഭരണഭാഷത്തിൽ കെട്ടിയിട്ടു. നീ ഇവിടെ കിടക്കാന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ ഒരു ഗുരുകുലത്തിൽ റൂമിനകത്തിട്ട് അടച്ചു. പിന്നെ അവരവരുടെ ജോലിക്ക് പോയി. ഹിരണ്യകശിപുവിനെങ്കിൽ ഒരു മനസ്സമാധാനമില്ല, അങ്ങനെ വീട്ടിലിരിക്കണ്ടേ. പ്രഹ്ലാദൻ കുട്ടികളെല്ലാം കൊണ്ടുവന്ന് പ്രഹ്ലാദനോട് പറഞ്ഞു, പ്രഹ്ലാദ ഇങ്ങനെ കൊന്നുകിരണ്ട, നീ നാരായണനെ ഒന്ന് ചോദിച്ചു, അച്ഛൻ്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് തന്നെയല്ലേ രാജ്യം കിട്ടുന്നത്. അപ്പോൾ നീ ഇങ്ങനെ നാരായണനെ പറ്റി ഇപ്പം എന്തിനാ നീ ഇങ്ങനെ എത്ര വേദന നീ സഹിക്കുന്നത്, ഞങ്ങൾക്ക് എത്ര സങ്കടമാണ് വരുന്നത് ഇത് കാണുമ്പോൾ. അന്നേരം കുട്ടികൾ ഭഗവാൻ പറഞ്ഞു, അല്ല പ്രഹ്ലാദൻ പറഞ്ഞു, കുട്ടികളെ ഇതൊക്കെ പിന്നെ ഈ ഭഗവാന്റെ ധർമ്മമാണ്. ഇപ്പം എന്നെ എത്ര ദ്രോഹിച്ചു, എനിക്ക് എന്തെങ്കിലും പറ്റുമോ? അതുകൊണ്ട് നമ്മൾ ഭാഗവത ധർമ്മം അനുഷ്ഠിക്കുക, ഭഗവാന്റെ നാമം ജയിക്കുക. അതിനെപ്പോഴാണ് ഈ ഭഗവാന്റെ നാമം ജയിക്കുക? വയസ്സായിട്ടും ജയിക്കാമെന്ന് വിചാരിച്ചാൽ ആർക്കെങ്കിലും ജയിക്കാൻ പറ്റുമോ? കുട്ടിക്കാലത്ത് ജയിച്ച് ശീലിച്ചവർക്ക് മാത്രമേ വയസ്സായാലും നാമം ജപിക്കാൻ തോന്നുള്ളൂ, സമയവും കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ശീലമില്ലാത്തവർ എത്ര വയസ്സായാലും എത്ര സമയം ഉണ്ടെങ്കിലും അവർക്ക് നാമം ജപിക്കാൻ ഇഷ്ടമില്ല. ഇപ്പം പോരാത്തതിന് നാമം ചെയ്യേണ്ട ആവശ്യമില്ല, ഒക്കെ ടി വി വന്നു കഴിഞ്ഞു. ആ നിറഞ്ഞ നേരത്താണ് എല്ലാവരും ടി വിയുടെ മുമ്പിലിരിക്കുന്നത്. പണ്ടൊക്കെ വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് കുറേ കീർത്തനങ്ങളൊക്കെ ചൊല്ലുമായിരുന്നു പഴയ കാലത്ത്, അല്ലേ? അന്ന് ടി വി ഇല്ല, അതില്ല, ഒന്നുമില്ല. അഞ്ജന ശ്രീധര തരൂ